ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. മാർക്കറ്റ് ഓപ്പണായിട്ട് ഒരു നല്ലൊരു ഫോളോ ആണ് താഴത്തേക്ക്. അപ്പോൾ ഞാൻ നമ്മളുടെ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിൽ, പക്ഷേ ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. അപ്പോൾ അവിടുന്ന് ട്രേഡ് എടുക്കണോ വേണ്ടിയോ എന്നാണ് ഒരു ഡൗട്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ആ ഒരു നമ്മുടെ ഫിബോ റിട്രേസ്മെൻറ്റിൽ ഹൊറിസോണ്ടൽ ലൈൻ പ്ലോട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് ആ ഒരു ലൈനിനെ വന്ന് ബ്രേക്ക് ചെയ്താൽ എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു ഡൗൺ മൊമെൻറ്റം ആയിരിക്കും കിട്ടാൻ തോന്നുന്നു. കാരണം വേറെ നല്ല ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് പേര് ബൈ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് പെട്ടെന്ന് എത്തും എന്നാണ് തോന്നുന്നത്. അപ്പം ഏകദേശം നമ്മളുടെ ഒരു ലൈനിലേക്കും പോയിന്റിലേക്കും എത്തുന്നുണ്ട്. ഓക്കെ ഓക്കെ ഇതുവരെ പൊസിഷൻസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അവിടുന്ന് ഇപ്പോൾ ഒരു റിട്രേസ് ചെയ്ത് ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നത്. അപ്പം തോന്നുന്നത് നമുക്ക് ലൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളുടെ ട്രേഡ് എടുക്കാൻ. പക്ഷേ എൻ്റെ ഒരു കൺവിക്ഷൻ വെച്ചിട്ട് മാർക്കറ്റ് നല്ലൊരു ഡൗൺ മൊമെൻറ്റം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഒരു അഗ്രസീവിൽ കയറി ട്രേഡ് എടുത്തിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈനെ ക്രോസ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നല്ലൊരു മൊമെൻറ്റം ആയിരിക്കും. പക്ഷെ അപ്പോൾ ചിലപ്പോൾ നമുക്ക് ട്രേഡിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അങ്ങനെ ഒരു അഗ്രസീവ് എൻട്രി എടുത്തിട്ടാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തത്. ഏതായാലും നമുക്ക് എൻട്രി എടുത്തേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം നമ്മളുടെ ഒരു പോയിന്റിലേക്ക് വരുന്നുണ്ട് മാർക്കറ്റ്. ഇന്ന് പ്രീമിയം വളരെ കുറവാണ്. നമുക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടി ചെയ്യാവുന്നതാണ്. പക്ഷേ അതിലർത്ഥമില്ല. ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ പിന്നെ നമ്മൾ വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഞാൻ ഏതായാലും മാർക്കറ്റിൽ എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മളുടെ പോയിൻ്റ് എത്തി. എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം ഒരു ജസ്റ്റ് അവിടെ വന്ന് ജസ്റ്റ് ഒരു ടച്ച് മാത്രമേ ഉണ്ടായുള്ളൂ. വളരെ ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ആ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്കും ട്രേഡ് എടുത്തത്. കണ്ട അവിടുന്ന് തന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യണേ. ഓക്കെ, എന്നാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് വച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സ്റ്റോപ്പ് ലോസ് നമുക്കൊന്ന് വച്ചേക്കാം. നല്ലൊരു അപ്സൈഡ് മൗണ്ട് ആയല്ലോ. സ്റ്റോപ്പ് ലോസ് വയ്ക്കാനേ സമ്മതിക്കില്ല എന്ന് തോന്നുന്നു. അയ്യടാ, സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ സമ്മതിക്കില്ല ചേട്ടാ. എടുത്തപ്പോൾ തന്നെ അത്രയും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. ഇപ്പം നല്ലൊരു ലോസാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നിന്നൊരു റിജക്ഷൻ വന്ന് മാർക്കറ്റ് താഴോട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ നല്ലൊരു കൺവിക്ഷൻ ഉണ്ട് മാർക്കറ്റ് താഴത്തോട്ട് വരാനാണ് ചാൻസസ് എന്ന്. പക്ഷേ ഏതായാലും റിസ്ക് എടുക്കണ്ട. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും വച്ചേക്കാം. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 113 ട്രിഗർ പ്രൈസ് നമുക്കൊരു 114 കൊടുക്കാം. ഓക്കെ, 113.14 ട്രിഗർ പ്രൈസ്. ഓക്കെ, അപ്പം ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്കറ്റ് നമ്മളുടെ ഫേവറിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് സ്റ്റോപ്പ് ലോസിനെ മാറ്റിയിട്ട് നമുക്ക് നമ്മളുടെ ടാർഗറ്റും കൊടുത്തേക്കാം. ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും ഒരു 38 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും കൊടുക്കാം. നമ്മളൊരു 1:3 റിസ്ക് റിവാർഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു CPR നോക്കിക്കഴിഞ്ഞാലും പ്രീവിയസ് ഡേ ഹൈയിൽ നിന്ന് തന്നെയാണ് പ്രീവിയസ് ഡേ ലോയിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റ് ഒരു ഇതെടുത്തേക്കുന്നത്. പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസിന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ട്രേഡേഴ്സ്, ഞാൻ നമ്മുടെ ഒരു സെക്കൻഡ് ട്രേഡിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലൊരു ഡൗൺ സൈഡ് മൊമെൻറ്റമാണ് കൺവിക്ഷൻ. സോ നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഞാനൊരു ട്രേഡ് എടുത്തു. അപ്പം
എടുത്തപ്പോൾ തന്നെ നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പം ഇന്നിപ്പം ഈ ഒരു ഇതും കൂടി ഇവിടുന്ന് തിരിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ട്രേഡ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ പക്ഷേ എനിക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ആണ് മാർക്കറ്റ് ഇവിടുന്ന് തിരിയുമെന്ന്. ഓക്കെ, ഏതായാലും നമുക്ക് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസുമായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. കണ്ട ഇവിടെ ഓക്കെ, നമ്മുടെ ലൈനെയും ക്രോസ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, നല്ലൊരു ഫോള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും വിശ്വാസവും. നമുക്ക് നേരത്തെ എടുത്ത ഈ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യാം. ഇപ്പം സ്റ്റോപ്പ് ലോസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന റെഡ് ക്യാൻഡിലിൻ്റെ ഹൈക്ക് മുന്നേ നമുക്ക് ഇറങ്ങേണ്ടി വരും. സ്റ്റോപ്പ് ലോസ് ഇവിടെ പ്ലാൻ ചെയ്താൽ ടാർഗറ്റ് നേരത്തെ നമ്മൾ വെച്ച് തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് നല്ലൊരു ഫോള് കിട്ടിയിട്ടുണ്ട്. തിരിയരുത് ഇവിടുന്ന്, ഒന്ന് നമ്മുടെ ടാർഗറ്റ് തന്നിട്ട് പോടേ. ഓക്കെ, നമ്മളുടെ കോസ്റ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം 3000 സംതിങ്ങിൻ്റെ ലോസായിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് അതിനെ മൊത്തം റിക്കവർ ചെയ്ത് നമ്മളൊരു പ്രോഫിറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഈ ഒരു ഏരിയയിലാണ് നമ്മളെ ട്രേഡിൽ എൻ്റർ ചെയ്തത്. അത് അത്രയും കൺവിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ ലൈനിനെ ബ്രേക്ക് ചെയ്യുമെന്ന് വിചാരിച്ചാണ് നമ്മൾ അതിന് മുന്നേ തന്നെ ട്രേഡ് എടുത്തത്. അപ്പം ഇപ്പോൾ നമ്മുടെ ഇതിനെ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മളിപ്പം ഗ്രീനിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ലോസിനെ കംപ്ലീറ്റ്ലി നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 2000 സംതിങ്ങിൻ്റെ പ്രോഫിറ്റ് കാണിച്ചാൽ നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ എടുത്തൊരു പോയിൻ്റ് വച്ചിട്ട് ഒരു ടോട്ടൽ ഒരു 5000. അപ്പോൾ നേരത്തെ 3000 ലോസിനെയും കവറപ്പ് ചെയ്തിട്ട് ഒരു 2000 സംതിങ്ങിൻ്റെ പ്രോഫിറ്റ് കാണിക്കുവാണെങ്കിൽ ബുക്ക് ചെയ്തേക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഏതായാലും നമ്മളുടെ ലോസിനെ ഫുൾ റിക്കവർ ചെയ്ത് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു കോസ്റ്റിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. ഏതായാലും നമുക്ക് വച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ തിരിയുന്നുണ്ട് മാർക്കറ്റ്. അവിടുന്ന് എഗെയിൻ നമ്മൾ ഒരു നല്ലൊരു ലോസിലോട്ട് എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് തിരിച്ച് നമ്മുടെ ഒരു എൻട്രി പോയിൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈനിൻ്റെ അടുത്ത് തിരിച്ച് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അവിടുന്ന് റിജക്ഷൻ തന്നെയാണ് മാർക്കറ്റ് കാണിക്കുന്നത്. ഏതായാലും പക്ഷേ വളരെ നമ്മൾ പറയുന്ന പോലെ അല്ലല്ലോ മാർക്കറ്റ് റൺ ചെയ്യുന്നത്. പക്ഷെ താഴോട്ട് വരണം എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. കുഴപ്പമില്ല, ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ.
ട്രേഡേഴ്സ് നമ്മൾ ഡ്രോ ചെയ്തിരുന്ന ലൈനിനെ മാർക്കറ്റ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് ഇനിയൊരു റിജക്ഷൻ കൂടെ വരുമോ, കാരണം ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് ആ ടൈം ഡീക്കേ വരുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഫിറ്റിൽ ചിലപ്പോൾ ആ ഒരു പോയിന്റിൽ നമുക്ക് ബുക്ക് ചെയ്താലും വളരെ കുറവായിരിക്കും. ടൈം ഡീക്കേ വരുന്നത് നമുക്ക് ഇവിടുന്ന് റിജക്ഷനും കൂടെ കിട്ടുന്നുണ്ട്, കുറച്ചും കൂടെ ക്വാണ്ടിറ്റി, ഒരു 105 കൂടെ ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്തേക്കാം. കാരണം അവിടുന്ന് ഒരു നല്ല റിജക്ഷൻ കിട്ടുന്നുണ്ട് നമ്മുടെ അവിടുന്ന്, അപ്പം റീടെസ്റ്റ് ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഏതായാലും ഞാൻ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ടോട്ടലി ഒരു 210 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പം ഇനി ഇത് ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഇവിടുന്ന് നമ്മളിപ്പം ട്രേഡ് എടുത്തത് 137.16 അല്ലേ, ആ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മളുടെ ട്രേഡിനെ എക്സിക്യൂട്ട് ചെയ്തത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ വന്നിട്ട് നമുക്ക് അത് വെച്ചിട്ട് ഒരു 137 വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും കൊടുത്തിട്ടേക്കാം. അപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിലും വലിയൊരു താഴോട്ടൊരു സ്പൈക്കോ അല്ലെങ്കിൽ താഴോട്ടൊരു മൊമെൻറ്റോ ഒന്നും കാണുന്നില്ല. അപ്പം ആ ഒരു ഏരിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 99ഉം 100ഉം നമ്മളുടെ സ്റ്റോപ്പ് ലോസും ട്രിഗർ പ്രൈസും. ഓക്കെ, ഞാൻ ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസും ട്രിഗർ പ്രൈസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. ട്രേഡേഴ്സ് നമുക്കിന്ന് ഏതായാലും ഒരു ഹെവി ലോസാണ് ബുക്ക് ചെയ്യേണ്ടി വന്നത്. ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ ലോസ്. ട്രേഡേഴ്സ് ക്ലോസ് ചെയ്യല്ലേ? നമ്മൾ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരു ട്രേഡും കൂടെ എടുത്തു, കാരണം ഞാൻ അങ്ങനെ അധികം എടുക്കാത്തതാണ്. 2 ട്രേഡാണ് മാക്സിമം എടുത്താൽ ലോസ് വന്നാൽ തന്നെ. നമ്മൾ ഒരു ഓവറോൾ ഒരു 18,000 പ്രോഫിറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 10-19 നമ്മൾ അത് ഞാനൊന്ന് പ്ലോട്ട് ചെയ്ത് കാണിച്ചു തരാം. സാധാരണ നമ്മളൊരു ട്രേഡ് ലോസായി പിന്നെ ഒരെണ്ണം കൂടെ എടുക്കും, ക്ലോസ് ചെയ്യുകയാണ്. പക്ഷേ എനിക്ക് അത്രയും കൺവിക്ഷൻ ഉണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു ഏരിയ മാർക്കറ്റ് വന്നപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻ്റർ ആയത്. 10-19 ആ ഓർഡർ ബുക്കിൽ ഞാൻ കാണിച്ചായിരുന്നു. 10-19 നമ്മളുടെ ട്രേഡ് എടുത്തു. ഇതിൻ്റെ ജസ്റ്റ് മേള് വലിയൊരു സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ ഒരു ഏരിയയിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്തു. ഡേ ലോയിൽ ഈ ഒരു ഏകദേശം ഇവിടെ ഞാൻ മാനുവലിയാണ് എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടില്ലായിരുന്നു. ഇന്നത്തെ ലോയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതേപോലെ തന്നെ ആ റെഡ് ക്യാൻഡലിൻ്റെ ഫോർമേഷനിൽ തന്നെ നമ്മളുടെ ട്രേഡിനെ എക്സിറ്റ് ചെയ്തു. ഓർഡർ ബുക്കാണ്. അങ്ങനെ ഓവറോൾ നമ്മൾ ഒരു 18,000 പ്രോഫിറ്റ് ആ ഒരു ട്രേഡ് ബുക്ക് ചെയ്തു. പഴയ ലോസും കൂടെ കുറച്ച് കഴിഞ്ഞാൽ ഒരു 7,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഓക്കെ, താങ്ക് യു, ബൈ.